അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നേക്കുന്നതെന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞപ്പം ഒരാവശ്യത്തിന് പോയ സമയത്ത് ഇതേപോലെ ഞാനാണെങ്കിൽ ആലം പൗഡർ വാങ്ങിച്ചായിരുന്നു. ആലം പൗഡർ. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് പറയുന്നത്, അയ്യോ ഇതിലെ കവറിൻ്റെ ബാലൻസ് ഉണ്ട് ബാക്കി. ഇത് വളരെ നല്ലതാണ്, ഇതിലേക്ക് റോസ് വാട്ടർ കലർത്തി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ടാനൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നേക്കുക, മുഖം മൊത്തം കരിവാളിച്ചിരിക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, അയ്യോ കമ്മലും മുടി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കരിവാളിച്ചിരിക്കുന്ന ആ ഒരു മുഖം മാറുമോ, കുറച്ച് ബ്രൈറ്റ് ആവുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഞങ്ങൾ എന്തുവാടാ ഇത്? അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് ആലം പൗഡർ. ഇത് ഓൾറെഡി പൊട്ടിച്ച്, അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും നിൽക്കുന്നു. അതുകൊണ്ട് പറഞ്ഞേ ഇത് ആലം പൗഡർ ആട്ടോ ഗൈസ്, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ച്, അപ്പം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാച്ചാൽ എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടായിരുന്നു. അപ്പം ഇതിനകത്ത് ആ കവർ എന്തേടാ, ആ കവറിൻ്റെ ബാലൻസ്, ആ കവർ അങ്ങോട്ട് പോയി. ഇതിൻ്റെ കവർ ബാക്ക് വശം, അയ്യോ ഇതിനകത്ത് എഴുതിയപ്പോൾ ഉണ്ടായിരുന്നു എന്തൊക്കെ ചേർക്കുന്ന ആലം പൗഡർ. താണ്ട് കണ്ട, ഇത് 1/2 സ്പൂൺ എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ തേച്ചിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്തെ കരിവാളിപ്പൊക്കെ പാറുന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് എത്രത്തോളം ശരിയാണെന്ന് നോക്കിയാലോ. ജസ്റ്റ് എൻ്റെ ഫേസ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ശബ്ദം ഉണ്ടാക്കല്ലേ, കഷ്ടമാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാതെ 1/2 സ്പൂൺ ഇടാനാണ് പറയുന്നത്. ഇതെങ്ങനെ ഇട്ടിട്ട് കാണിക്കാവേ. നിനക്ക് വേണ്ടായോ? അപ്പോൾ നമുക്ക് ഇത്ര എടുത്തിട്ടുണ്ട്. ബാക്കി ഇതേപോലെ അടച്ചു. നല്ല മണം കേട്ടോ, ചന്ദനത്തിരിയുടെയൊക്കെ മണം വരുന്നുണ്ട്. ഇതിങ്ങനെ ഇതുപോലെ തന്നെ വെക്കുതാണ്ട്. ഞാൻ പാത്രത്തിൽ എടുത്തുണ്ട്. അതിനകത്ത് കുറച്ച് റോസ് വാട്ടർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പനിനീർ പിടിച്ച ഇങ്ങനെ പിടിച്ചോണേ, നമുക്ക് നോക്കാന്നേ. പൊട്ടിച്ചായിരുന്നോടെ ഇത്? നഖമൊന്നുമില്ല. ഒന്ന് ഒഴിച്ച് നോക്കട്ടെ, വീഴത്തില്ല. എനിക്കിത് ഞാൻ വാവുണ്ട്. നീ തന്നെ തുറക്ക്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ ഒരുപാടായെന്ന് തോന്നുന്നു. പിടിച്ച് അല്ല, അടയ്ക്കണ്ട നോക്കട്ടെ. ആയില്ല, കറക്റ്റാ. ഏകദേശം അല്ലെങ്കിൽ നമ്മുടെ പുട്ടിന് കുഴക്കത്തില്ലേ, അല്ലല്ലോ പുട്ടല്ലല്ലോ, കുഴക്കട്ടൊക്കെ കുഴക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളത്. എനിക്ക് ഭാഗം തേക്കാൻ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് തേച്ച് നോക്കാവേ. ഞാൻ ആദ്യം തേക്കാം. അയ്യോ അതിന് നിറവേ അങ്ങ് മാറി. അഴുക്ക് മുഖക്കുരു മാറുമെന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. പക്ഷെ അത് ആ പേപ്പറിലാണ് കീറി കളഞ്ഞു. ഇതിൻ്റെ കളർ മാറാനുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല. ഇതാണ് ഡൈ ചെയ്യുന്ന പാത്രത്തിനകത്ത്, അപ്പച്ചി ഡൈ ചെയ്യുന്ന പാത്രത്തിനകത്ത് ഇതിട്ടത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ മാറിയത്. നല്ല വെള്ള നിറമായിരുന്നു. ഇവിടുത്തെ ഈ കറുപ്പ് കളറും കൂടെ ഇന്നത്തെ പറ്റി, അങ്ങനെ ഇത് നിറം മാറിപ്പോയത്. നല്ല മണം.
ഇങ്ങനെയൊക്കെയാണോ തേക്കേണ്ടത്? എനിക്ക് ഇത്രയും എടുക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഒരുപാടാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നുന്നത്. കുറച്ച് കഴുത്തിലൂടെ ഇടണം. കുറച്ചിടാം. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ബാക്കി കഴുകി കളഞ്ഞുള്ള ഇത് കാണാം. എന്താണ് നല്ല മാറ്റം ഉണ്ടോ നോക്കാം. മാറ്റം ഉണ്ടെങ്കിൽ ഇനിയും വാങ്ങിക്കാം അല്ലേ? എത്ര രൂപയായിരുന്നു? 30 രൂപ കണ്ടായുള്ളൂ തോന്നുന്നു. പക്ഷെ 30 രൂപയ്ക്കൊന്നും ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ, പൊടിയാ. ബാക്കി ഇനി ഉണ്ണിക്കുട്ടൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തേച്ചത്. നീ തേച്ചോ? ഇല്ലേ, ഞാൻ തേച്ചിരുന്നുണ്ട്. എന്നാ നമുക്ക് 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ. ഇവിടെ ഒന്നും പറ്റിയില്ല, ചെറുതായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, നീറുന്നുണ്ട് ചെറുതായിട്ട് ഇവിടെ. പേടിക്കണ്ട, നീ ഇട്ടോ നോക്കാം. ഇത് കൂടുതലായി പോയെന്ന് തോന്നുന്നു, കുറച്ചിട്ടാൽ മതി. നല്ല മണമുണ്ട്. മണം നോക്കിയേ. എന്തേ കൈ മാറ്റി? ആ മതി മതി. ഉണങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇവിടെയൊക്കെ തണുത്ത് തന്നെ ഇരിക്കുക. സംഭവത്തിന് നിറം അങ്ങ് മാറി. കണ്ണിലടിയും പറ്റില്ല. ചെവി കൊണ്ടേച്ചില്ലായിരുന്നു. കരിവാളിപ്പ് മാറുമായിരിക്കും. കുരുവും കറുത്ത പാടൊക്കെ മാറുന്ന പറഞ്ഞു. അയ്യോ വായിക്കകത്ത് മുട്ടി. വേറെ മതിരിക്കുന്നു. മതിരോ? പെട്ടോക്കിയോ? പഞ്ചാരെല്ലാം പൊടിച്ചാണോ? നാരങ്ങ ഭയങ്കര പുളി. നാരങ്ങക്കകത്ത് ഉപ്പിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട്. ഉണങ്ങിയാ തോന്നുന്നുണ്ട് വിണ്ടു വരുന്നു. കഴുകിയാലോ? ഒരു കായ വെട്ടണ എന്നെ ഉള്ള എന്താ പറയാ. നിനക്കൊന്നും മുഖത്ത് പറ്റിട്ടില്ല, ഇച്ചിരി അങ്ങോട്ട് പറ്റിട്ടുള്ള. പിന്നെ ദേഷ്യം പഠിപ്പിക്കാനല്ലേ കൊണ്ട് നീ തേക്കുന്നോ? ചൂട് തേക്കട്ടെ. ഒക്കെ ഗുണദോഷിച്ചല്ലേ കൊണ്ട്. ഗുണദോഷോ? വായു മൊത്തം മുറ്റി. കഴുകി നോക്കാം അല്ലേ? ഇത്രയൊക്കെ മതി. മുമ്പുള്ളിയിലൊക്കെ കഴുകി. അറിയാതൊന്നും നക്കി നോക്കിയതാ. പക്ഷെ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയോ. അതിന് പക്ഷെ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് സലേവേഷൻ ഉണ്ടാവുകയും ഭയങ്കര പുളി. ഒരു 3 പേർക്ക് തേക്കാനുള്ളതുണ്ട്. ഒരു തവണ 3 തവണ തേക്കാനുള്ളതാണ്. ഓ കറ നക്കിയത് പോലത്തെ ടേസ്റ്റ്. ഓക്കെ ഞാൻ കഴുകാൻ പോവാ കേട്ടോ. അതിന് പല്ല് മൊത്തം എന്താ പോലെ കറ വന്ന പോലെ. നീ അവിടെ 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടോ. തുപ്പിൾ വായി തൊട്ടിക്കണ്ട. പക്ഷേ കണ്ണാടി ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ ഫേസ്. A few moments later. What?
ഓക്കെ. കണ്ണി വീണ്. അയ്യോ കണ്ണി വീണ് കണ്ണി വീണ് കണ്ണി വീണ്. കണ്ണ് വീണ കുഞ്ഞു തേരിയല്ലേ, കുരു നിറം പൊട്ടി. ഓ വേണ്ടായിരുന്നു, വെറുതെ വയ്യാവലി ഒരു കലക്ക്. മാറ്റം ഉണ്ടോടാ? തോന്നില്ല. ഫുള്ളൊന്ന് കഴുകിയിട്ട് നോക്കാം. എന്താ മാറ്റം? എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നില്ല. നോക്കട്ടെ. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ആ കഴിയൂ. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല മണമുണ്ട്. കുറച്ച് വായിപ്പോയി, എന്തോ ഒരു കവർപ്പ് പോലെ. അത് വേറെ മാറ്റമായിട്ട്. നേരത്തെ ചെറിയ കരിവാളിപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു മാറ്റം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. ചേട്ടാ, ഇനി ആർക്കെങ്കിലും ഇതിന് നല്ല ഉപയോഗമുണ്ട്, ഉപയോഗപ്രദമായോ എന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെ പറയാവേ. ഈ സ്ത്രീക്കുട്ടൻ്റെ മുഖത്ത് വല്ല മാറ്റം ഉണ്ടെന്ന് നോക്കട്ടെ. എന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് നീന്ന് വെട്ടമില്ലല്ലോ. ഇങ്ങോട്ട് വാ. വന്നേ, എടുക്കാം. ആ ഫസ്റ്റ് എന്താ ഒരു വെട്ടം ഒന്ന് കാണുന്നു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. വാ ഇങ്ങോട്ട് വാ. ഇപ്പം ഞങ്ങളുടെ ഫേസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ശ്രീകുട്ടന് എന്തായാലും നല്ല മാറ്റമുണ്ട്. എനിക്ക് കരിവാളിപ്പ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും റിസൾട്ട് ഉണ്ടാകുന്നത്. ചേട്ടാ.